ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ അതിരാവിലെ ബന്ദിപ്പൂരിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇപ്പോൾ 5 മണി. 6 മണിയാകുമ്പോഴേക്ക് ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ഫോറസ്റ്റിൻ്റെ ഗേറ്റ് തുറക്കും. അതുകൊണ്ട് നമ്മൾ 1 മണിക്കൂർ യാത്ര ചെയ്താലേ ആ സമയത്തിന് അവിടെ എത്തും. അപ്പോൾ ആദ്യമായി നമ്മൾക്ക് തന്നെ എത്തണം എന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അത്രയും സമയം ലാഭിക്കാമല്ലോ. അതുകൊണ്ട് തലേന്ന് തന്നെ ഞാൻ എല്ലാവരോടും പറഞ്ഞു 3 മണിക്ക് എഴുന്നേറ്റ് നമ്മൾ 4 മണി 5 മണിയാകുമ്പോഴത്തേക്ക് ഇറങ്ങണം. അങ്ങനെ എല്ലാവരും 3 മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് എല്ലാം റെഡിയാകുമ്പോഴേക്ക് 4:30 4:45. അങ്ങനെ ഇപ്പോൾ റോഡിലൂടെ നമ്മുടെ വണ്ടി പോവുകയാണ്. കുറച്ച് വെളിച്ചം വന്നു. ഗുണ്ടൽപേട്ടിൻ്റെ വഴിയൊക്കെ കഴിഞ്ഞു. മുമ്പോട്ട് പോകുന്തോറും വെളിച്ചം കുറേശ്ശെയായി കണ്ടു തുടങ്ങി. നല്ല മഞ്ഞുണ്ട്. അതുകൊണ്ട് തന്നെ വാഹനങ്ങളൊക്കെ ലൈറ്റ് ഇട്ടാണ് ഓടിക്കുന്നത്. ഇപ്പോൾ ഗേറ്റ് തുറന്നു. നിർത്തിയിട്ട വാഹനങ്ങളൊക്കെ ഒന്ന് സ്റ്റാർട്ടാക്കി. അതിൻ്റെ ശബ്ദം കേൾക്കാം. നമ്മളും കുറേ വാഹനങ്ങളുടെ പുറകിലായി നമ്മുടെ വാഹനം ഇരിക്കുന്നുണ്ട്. ഇതൊരു ചെറിയ ഗ്രാമമാണ്. നമ്മുടെ നാട്ടിലെ പോലെ പട്ടിശല്യമൊക്കെ ഉണ്ട്. ഇപ്പോൾ പോലീസുകാർ ഓരോ വാഹനത്തിനെയും ചെക്ക് ചെയ്ത് മുമ്പിലേക്ക് കടത്തി വിടുന്നുണ്ട്. നമ്മുടെ ഊഴം എത്തിയപ്പോൾ നമ്മുടെ വണ്ടിയോട് മുമ്പോട്ട് പോയിക്കോളാൻ പോലീസുകാർ ആംഗ്യം കാണിച്ചു. നേരെ പോകുന്ന റോഡിലൂടെയാണ് നമ്മുടെ ഡ്രൈവർ ഇപ്പോൾ വണ്ടി ഓടിക്കുന്നത്. ഇപ്പോൾ കാട് തുടങ്ങി. ബന്ദിപ്പൂർ പാർക്കിൽ സഫാരിയുടെ ഈ വാഹനത്തിൽ ഫസ്റ്റ് യാത്രക്കാർ നമ്മളായിരിക്കണം എന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ മാത്രമേ ഗോപാൽ സ്വാമി ഹിൽസിലൊക്കെ പോകാൻ പറ്റും. അതുകൊണ്ട് തന്നെ ആരും ഫുഡൊന്നും കഴിച്ചില്ല. പ്രീതിയുടെ കുഞ്ഞു വാവ ഉണ്ട്. അവനെ കൊണ്ട് ഒരു പ്രശ്നവുമില്ല. നല്ല കുട്ടിയാണ്. ഒരു ബഹളവും ആക്കുന്നില്ല. അമ്മയും അച്ഛമ്മയുടെ അടുത്ത് നല്ല കുട്ടിയായി ഇങ്ങനെ വികൃതിയൊന്നും കാണിക്കാതെ ഇരിക്കുകയാണ്. ഇപ്പോൾ മഞ്ഞുണ്ട്. മഴ പെയ്യുന്നൊന്നുമില്ല. ചെറുതായി ഈ കണ്ണാടിക്ക് ചെറിയ മഞ്ഞുകൊണ്ട് ഇങ്ങനെ മൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി കാടാണ്. അങ്ങനെ നമ്മൾ കാട്ടിലൂടെയുള്ള യാത്ര തുടരുകയാണ്. സൈഡിലൊക്കെ മൃഗങ്ങൾ ഉണ്ടാവും എന്നൊരു പ്രതീക്ഷയുണ്ട്. കാട്ടിലൂടെയുള്ള യാത്ര ഏറ്റവും മനോഹരമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ യാത്ര തുടങ്ങി വയനാട് മുതൽ കാടിലൂടെ ഉള്ള യാത്രയാണ്. 2 ഭാഗത്തും കാടുകളാണ്, ഭയങ്കരമായ കാടുകളാണ്. മൃഗങ്ങളൊക്കെ ഉണ്ട് എന്ന് ഇടയ്ക്കിടെ ഓരോ ബോർഡ് കാണാം. ഇപ്പോൾ നമ്മൾ മാൻകൂട്ടങ്ങളെ കണ്ടു തുടങ്ങി. അതെ, മാൻകൂട്ടങ്ങൾ ഈ റോഡിന് സൈഡിലുള്ള ഇളം പുല്ല് തിന്നാനാണ് വരുന്നത്. അവരെപ്പോഴും സേഫായ സ്ഥലമാണ് നോക്കുന്നത്. റോഡിനടുത്തായി വലിയ വന്യജീവികളൊന്നും വരില്ല. ഇപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ, മാനുകളൊക്കെ പേടികൂടാതെ ഇങ്ങനെ മേയുകയാണ്. കുറേ എണ്ണമുണ്ട്. ഇപ്പോൾ ഇവിടെ മാൻകൂട്ടങ്ങളാണ് നമ്മൾ വന്നത് മുതൽ കാണുന്നത്. എന്നാലും എന്ത് ഭംഗിയാണെന്നോ ഇവ ഇങ്ങനെ കൂട്ടം കൂട്ടമായി നിൽക്കുന്നത്. ഇപ്പോൾ ആനയുടെ ഫോട്ടോ വെച്ച് ഒരു ബോർഡ് കണ്ടു. അതിൻ്റെ അർത്ഥം ഇനി ആനകൾ ഒരുപാട് ഉണ്ട് എന്നാണ്. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കെ കുറേ ആനകളെ ദൂരെയായി കണ്ടു. ആ സമയം ഞാൻ ഫോൺ സ്ട്രെയിറ്റാക്കി പിടിച്ചതുകൊണ്ട് എല്ലാത്തിനെയും വളരെ ക്ലിയറായി കിട്ടിയില്ല. പക്ഷേ എന്നാലും ദൂരെയുള്ള ആനകളെയൊക്കെ നമ്മൾ വ്യക്തമായി കണ്ടു. ഇവിടെ വണ്ടി നിർത്തി വീഡിയോ എടുക്കുന്നത് വളരെ അപകടകരമായ കാര്യമാണ്. കാരണം ഈ ആനകൾ
ഒരുപാടുള്ള സ്ഥലമാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. വണ്ടി മുമ്പോട്ട് പോകുമ്പോൾ ഒരു കാര്യം വ്യക്തമാകും. നമ്മുടെ ഈ വണ്ടി ഉണ്ടല്ലോ, കുറച്ച് ഉയർന്ന സ്ഥലങ്ങളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. താഴെ നമ്മൾ വന്ന റോഡ് കാണാം. ഇപ്പോൾ നമ്മൾ ഉയർന്ന സ്ഥലത്തൂടെയാണ് യാത്ര ചെയ്യുന്നത്. അതുപോലെ ഭയങ്കരമായ കാടുകളാണ്. കാടിൻ്റെ ഉയർന്ന സ്ഥലങ്ങളിലാണല്ലോ സാധാരണയായി വന്യമൃഗങ്ങൾ ഉണ്ടാകാറുള്ളത്. ഞാനിപ്പോൾ എൻ്റെ സുഹൃത്തുക്കളോട് നന്ദി പറയട്ടെ. കാരണം അവരൊന്നും ഇല്ലെങ്കിൽ എനിക്ക് ട്രിപ്പ് നടത്താൻ പറ്റില്ലായിരുന്നു. യാത്രയെ സ്നേഹിക്കുന്ന കുറച്ച് സുഹൃത്തുക്കളാണ് എൻ്റെ വലിയൊരു സമ്പാദ്യം. അവരുള്ളത് കൊണ്ടാണ് ഈ നീണ്ട യാത്ര ചെയ്യുന്നത്. ഞാനൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഈ സൈഡിലൊക്കെ എഴുതി വച്ചിരിക്കുന്ന ഈ ബോർഡിൽ കന്നഡ ഭാഷ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഇംഗ്ലീഷ് ആണെങ്കിൽ നമുക്ക് വായിക്കാമായിരുന്നു. വഴിയിൽ ഒരുപാട് അപായ സൂചന നൽകുന്ന ബോർഡുകൾ കാണാം. അതല്ലാതെ വേറെ ഒന്നും ഈ റോഡിൽ കാണാനില്ല. വല്ലപ്പോഴും ചെറിയ മാൻകൂട്ടങ്ങളെ കാണാം. അപ്പോൾ നമ്മൾ വീണ്ടും ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഡ്രൈവറോട് ചോദിച്ചു, ഇനി എത്താറായില്ലേ എന്നൊക്കെ. അപ്പോൾ അവനും വലിയ ഐഡിയ ഇല്ലെന്നാണ് തോന്നുന്നത്. വീണ്ടും വണ്ടി മുമ്പോട്ട് പോയിരിക്കുമ്പോൾ എനിക്ക് സംശയം കൂടി വന്നു. പിന്നെ വഴിയിലൊക്കെ ആനകളെയും മാനുകളെയും എല്ലാം കണ്ട് ഇങ്ങനെ പോവുക. പിന്നെ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഒരു കൂട്ടം കൂട്ടങ്ങളെ കാണുന്നില്ലേ? അവരൊക്കെ അത്ഭുതത്തിൽ നല്ല കൊമ്പുള്ള മാനുകളാണ്. പുള്ളിമാനുകളും കൂട്ടത്തിലുണ്ട്. ഒരു ഫാമിലിയായി ആണെന്ന് തോന്നുന്നു ഇങ്ങനെ പുല്ല് തിന്നാൻ വരുന്നത്. ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ഫോറസ്റ്റിൻ്റെ ഒരുപാട് വീഡിയോസ് കണ്ടിരുന്നു. അപ്പോഴെല്ലാം ഇങ്ങനെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ മൃഗങ്ങളെയെല്ലാം ഈ സഫാരിയുടെ വണ്ടിയിൽ പോയി അവയൊക്കെ കാണണമെന്ന്. അങ്ങനെ ഇപ്പോൾ ഈ ബിൽഡിംഗ് കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു ഇത് സഫാരി ക്യാമ്പസാണ്. അത് സഫാരിയുടെ വണ്ടികളൊക്കെ അവിടെ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടു. അവിടെ നിർത്തി ടിക്കറ്റ് എടുക്കേണ്ട കാര്യമൊക്കെ അന്വേഷിച്ചപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർ നമ്മളോട് പറഞ്ഞു, ഇവിടെയല്ല, നമ്മളെ സഫാരി ക്യാമ്പസ് 7 കിലോമീറ്റർ പിന്നോട്ടാണെന്ന്. അങ്ങനെ നമ്മൾ വണ്ടി തിരിച്ച് പിന്നോട്ടേക്ക് യാത്ര തുടങ്ങി. സത്യത്തിൽ എനിക്ക് ഡ്രൈവറോട് ചെറിയ നീരസം തോന്നി. കാരണം നമ്മുടെ വിലയേറിയ സമയമാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വൈകുന്തോറും എനിക്ക് സമാധാനമില്ലായിരുന്നു. കാരണം ആദ്യത്തെ ട്രിപ്പിൽ നമ്മൾ എത്തിച്ചേരണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഇപ്പോൾ വഴി മാറിയതുകൊണ്ട് നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഇപ്പോൾ എല്ലാവരും പോയി കാണും എന്നെല്ലാം ഉള്ള ഒരു ആശങ്ക മനസ്സിലുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ പോയ വഴിയേ തിരിച്ചു വരികയാണ്. നേരത്തെ കണ്ട മാൻകൂട്ടങ്ങളെയും ആനകളെയൊക്കെ വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ ചുറ്റിൽ നോക്കിക്കൊണ്ടിരുന്നു. ഈ യാത്രയിൽ നമ്മൾ പ്രതീക്ഷിച്ചത് ബന്ദിപ്പൂരിൽ ചെന്ന് ഒട്ടനവധി മൃഗങ്ങളെയൊക്കെ കാണാം. ഇപ്പോൾ ആനകളെ കാണുന്നില്ലേ? കാട്ടിൽ നിറയെ ആനകളുണ്ട്. അതെ, അവർ കൂട്ടമായി നിൽക്കുന്നുണ്ട്. പക്ഷേ ചിലരെല്ലാം ഈ ആനക്കൂട്ടങ്ങളെ കാണാൻ വണ്ടി നിർത്തി അവർ വീഡിയോ എടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ വേറൊരു റൂട്ടിലൂടെ പോവുകയാണ്. അത് ഇപ്പോഴും നമ്മൾ നേരത്തെ കണ്ട കൂട്ടങ്ങളാണ് കേട്ടോ, മാൻകൂട്ടങ്ങൾ. അവർ അത്ഭുതത്തിൽ നമ്മളെ നോക്കുന്നുണ്ട്. ഒരു മാനും അങ്ങനെ പേടിയൊന്നും കണ്ടില്ല. അവരെന്നും കാണുന്ന കാഴ്ചയായിരിക്കുമല്ലോ. ഈ റോഡിലൂടെ ഒറ്റയ്ക്ക് നടന്നൊന്നും പോകാൻ പറ്റില്ല. പണി കിട്ടും ഉറപ്പായും. ചുറ്റിലും മൃഗങ്ങളാണ്. മുമ്പോട്ട് പോകുന്തോറും നമ്മുടെ കാടിന് ഒരു ചെറിയ ബ്രേക്ക് കിട്ടി. അങ്ങനെ ഒരു ചെറിയ ഗ്രാമത്തിലേക്ക് എത്തിച്ചേർന്നു. ഇപ്പോൾ ഗ്രാമം ഉണരുന്നേ ഉള്ളൂ. ദൂരെ നീലഗിരി മലകൾ കാണാം. പൂത്തു നിൽക്കുന്ന മരങ്ങളും ഒക്കെയായി ഇപ്പോൾ കാണാൻ
അതിമനോഹരം തന്നെയാണ്. ഒന്നോ രണ്ടോ വാഹനങ്ങൾ നമുക്കെതിരെ പോകുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പോയ വഴിയാണെങ്കിലേ നേരെ പോയാൽ നമുക്ക് തമിഴ്നാട്ടിലെ മുതുമലയിലാണ് എത്തുക. അതും ടൈഗർ റിസർവ് ഫോറസ്റ്റാണ്. ചെറിയൊരു ടൗണെത്തി. ഞാൻ ചുറ്റിലും കണ്ണോടിച്ചു, എവിടെയെങ്കിലും ചെറിയ തട്ടുകടയോ മറ്റോ ഉണ്ടോ എന്ന്. പക്ഷെ അതിരാവിലെ ആയതുകൊണ്ട് ഈ തട്ടുകടകളൊന്നും തുറന്നിട്ടില്ല. ഹോട്ടൽ ഭാസ്കർ എന്ന ഒരു ഹോട്ടൽ കണ്ടു. പിന്നെ ഇനി എല്ലാം കൃഷിയിടങ്ങളാണ്. വാഴ കൃഷിയൊക്കെ പകുതിയായിരിക്കുന്നു. പിന്നെ മണ്ണൊക്കെ ഒരുക്കിയിട്ടുണ്ട്, എന്തെങ്കിലും കൃഷി ചെയ്യാൻ വേണ്ടിയായിരിക്കും. സഫാരി ക്യാമ്പസിൽ എത്താത്തതിൻ്റെ ഒരു ഉത്കണ്ഠ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ഓഫീസ് ബിൽഡിങ്ങൊക്കെ കണ്ടു. അപ്പോൾ ഇതാണോ സഫാരി ക്യാമ്പ് എന്ന് ചിന്തിച്ച് നിൽക്കുമ്പോൾ അതല്ല. മുമ്പോട്ട് പിന്നെയും വണ്ടി പോകുമ്പോൾ ഗ്രാമത്തിലുള്ള ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നു പോകുന്നത് കണ്ടു. അയാളോട് ചോദിച്ചു ഈ വഴി ഏതാന്നൊക്കെ. അതിൻ്റെ തൊട്ടടുത്തായിരുന്നു ഈ സഫാരി ക്യാമ്പസ്. വലിയൊരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, വെൽക്കം ടു ബന്ദിപ്പൂർ ടൈഗർ റിസർവ് സെൻറ്റർ. ഉള്ളിലേക്ക് കടക്കുമ്പോൾ വലിയൊരു സ്ഥലം, അവിടെയാണ് ടിക്കറ്റ് കൗണ്ടറും പിന്നെ മറ്റു വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് ആകെ ടെൻഷനായി. ഞാൻ വിചാരിച്ചു നമുക്ക് ഫസ്റ്റ് പോകാൻ പറ്റിയില്ലല്ലോ എന്നെല്ലാം ഇങ്ങനെ വിചാരിച്ചിരുന്നു. എന്നിട്ട് ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ ഓഫ്ലൈനിലാണ് അവർ ടിക്കറ്റ് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ ചെന്ന് നിന്നപ്പോൾ നമ്മളാണ് ആദ്യത്തെ ടൂറിസ്റ്റുകാർ എന്ന് മനസ്സിലായി. നമ്മുടെ ഡ്രൈവർ സൈഡിലായി വണ്ടി പാർക്ക് ചെയ്തു. സഫാരിയുടെ ബസ്സിൽ 20 പേർ ആവണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. നമ്മൾ 11 പേരായിരുന്നു. പിന്നെ 9 പേർ വന്നതിന് ശേഷം വണ്ടി സ്റ്റാർട്ടാക്കി. അങ്ങനെ നമ്മളെല്ലാം 20 പേരടങ്ങുന്ന ഈ സംഘം നമ്മൾ നേരത്തെ വന്ന വഴിയിലൂടെ തന്നെയാണ് പോയത്. അപ്പോൾ ഇനിയും കാട്ടിലൂടെയുള്ള കുറേ ദൂരം യാത്ര ചെയ്യണം തോന്നും. ഞാൻ അങ്ങനെ വിചാരിച്ചു, ഇതിൻ്റെ തൊട്ടടുത്തായിരിക്കും ഈ ക്യാമ്പസ്, ഈ സഫാരി ക്യാമ്പസ്. പക്ഷെ അതല്ല, നമ്മൾ നേരത്തെ വന്ന വഴിയിലൂടെ തന്നെ ഈ വണ്ടി തിരിച്ചു പോവുകയാണ്. കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ നേരത്തെ എത്തിയ ആ ബിൽഡിങ്ങിൽ അവിടെ എത്തി. ആ ഗ്രൗണ്ടിൽ നിറയെ മാനുകളും മയിലുകളും ഒക്കെ കാണപ്പെട്ടു. ഇപ്പോൾ ഞങ്ങളുടെ വണ്ടിയുടെ ഡ്രൈവർമാരുടെ സുഹൃത്തുക്കൾ നമ്മുടെ ബസ്സിലെ ഡ്രൈവറോട് ഹായ് ബായ് ഒക്കെ പറഞ്ഞു. ഇനി നേരെ കാട്ടിലേക്ക്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കാണുന്നത് മാൻകൂട്ടങ്ങളെയാണ്. സഫാരിയുടെ യാത്ര തുടങ്ങുകയായി. നല്ല മേച്ചിൽ സ്ഥലങ്ങളാണ് ഇതൊക്കെ. മാനുകളൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് കൂടുതൽ കാണുക. അവർ ഉള്ളോട്ടുള്ള
ഈ കാടിന് ഉള്ളോട്ടുള്ള സ്ഥലത്ത് പോകാറില്ല. കാരണം അവിടെയാണ് ഏറ്റവും ഡേഞ്ചറസ് ആയ മൃഗങ്ങളുള്ളത്. അതുകൊണ്ടാണ് അവർ നമ്മളെ റോഡിൻ്റെ പരിസരത്തൊക്കെ കാണുന്നത്. മുമ്പോട്ട് പോകുന്തോറും നേരിയ മഞ്ഞുള്ളത് കൊണ്ട് ഞാൻ എടുക്കുന്ന ചിത്രങ്ങളൊക്കെ മങ്ങിയിട്ടു. എന്നിട്ടും മൃഗങ്ങളെയൊന്നും കണ്ടില്ല. ഇപ്പോൾ ഒരു മയിലിനെ കണ്ടു, പക്ഷെ അതും എൻ്റെ ചിത്രത്തിൽ മങ്ങിയായിരുന്നു കണ്ടത്. ഫോട്ടോസൊന്നും വ്യക്തതയില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ പുറത്ത് നോക്കിയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ആനക്കൂട്ടം കണ്ണിൽ പെട്ടു. അപ്പോൾ അത് ഷൂട്ട് ചെയ്തു. കുഴപ്പമില്ലായിരുന്നു, നല്ല ചിത്രങ്ങളായിരുന്നു. 2 ആനകൾ തൊട്ടടുത്ത് കണ്ടു, വളരെ അടുത്ത് വണ്ടിയുടെ. അപ്പോൾ നമ്മുടെ ഗൈഡ് പറഞ്ഞു, ആരും ശബ്ദം ഉണ്ടാക്കരുത്, ചിലപ്പോൾ വയലൻ്റ് ആവാം, അതുകൊണ്ട് നിങ്ങൾ ഒച്ചയാക്കാതെ ഇരുന്ന് ഈ ആനകളെ നോക്കാൻ പറഞ്ഞു. വീണ്ടും മാൻകൂട്ടങ്ങൾ. ദേ ഒരു കാട്ടുകോഴി, ഒരു 2-3 മാൻകൂട്ടങ്ങൾ, പിന്നെ വിശാലമായ പുൽമേട്ടിൽ മേയുകയാണ്. ബസ് മുമ്പോട്ട് പോകുന്തോറും നമ്മളിങ്ങനെ കൊതിച്ചുകൊണ്ടിരിക്കും. ഇനി കടുവയെ കാണാം, പുലിയെ കാണാം, കാട്ടുപോത്തുകൾ, പുലികൾ എല്ലാം ഇങ്ങനെ പ്രതീക്ഷിക്കും. പക്ഷേ വഴിയിൽ ഒറ്റയൊരെണ്ണത്തിനെയും കണ്ടില്ല. എന്തിനേറെ പറയുന്നു, നമ്മുടെ കാടുകളിൽ സുലഭമായ കുരങ്ങന്മാരെ പോലും കണ്ടില്ല. ഈ കാട്ടിനുള്ളിൽ 2-3 ചെറിയ ചെറിയ കുളം പോലെ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലം കാണാം. ചിലപ്പോൾ അതിൽ മുതലകളൊക്കെ ഉണ്ടാവുമോ, ചിലപ്പോൾ ആനകൾ വെള്ളം കുടിക്കുന്ന സ്ഥലമായിരിക്കാം. ഈ വഴിയെല്ലാം മെറ്റൽ ചെയ്യാത്ത റോഡാണ്. അപ്പോൾ തന്നെ ഈ കുണ്ടും കുഴിയൊക്കെ ഉണ്ട്. ബസ് ഇങ്ങനെ ഇടയ്ക്ക് ചാടുകയും ഇങ്ങനെ കുലുങ്ങിക്കൊണ്ടു ഇരിക്കുകയും ചെയ്യും. മുമ്പിൽ ഇനി മറ്റൊരു വഴിയിലേക്ക് തിരിയുകയാണ്. ചെളി കെട്ടിക്കിടക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു ചെറിയ ഒരു പ്രദേശത്ത് എത്തി. അവിടെയും കുറേ പിന്നെ മാൻകൂട്ടങ്ങളും പിന്നെ മ്ലാവ് എന്നൊരു ജീവിയും, അതായത് ഏതാണ്ട് ഒരു മാനിനെ പോലെ തോന്നും. അപ്പോൾ അവരെങ്ങനെ സ്വസ്ഥമായി അങ്ങനെ കിടക്കുകയും ഇരിക്കുകയും ഒക്കെ ചെയ്യുന്നു. ആ ഒരു കുളത്തിൽ ഒരു കൊക്കും അടുത്തുണ്ട്. നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ മ്ലാവിൻ്റെ അടുത്ത് മറ്റൊരു മ്ലാവും കൂടിയുണ്ട്. അതിൻ്റെ പുറകിലാണ് ഉള്ളത്. വളരെ അടുത്ത് ക്യാമറ ഓടിച്ചു നോക്കി, എന്നിട്ടും ഒരു വ്യക്തതയില്ലായിരുന്നു. ഇങ്ങനെ നമ്മളവിടെ വണ്ടി ഇങ്ങനെ നിന്നു. കുറേ സമയം കഴിഞ്ഞപ്പോൾ മറ്റേ മ്ലാവ് എഴുന്നേറ്റ് നിന്നു. അപ്പം അതൊക്കെ കണ്ടു. ഇപ്പം മഴ പെയ്യാൻ തുടങ്ങി, ചെറിയ ചാറ്റൽ മഴ. അവൾ ഇത്രയും മൃഗങ്ങളെയാണ് ഈ സമയം വരെ കണ്ടത്. പിന്നെ അവർ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു, ഭാഗ്യമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മൃഗങ്ങളെയെല്ലാം കാണാൻ പറ്റും. പക്ഷേ നമ്മൾക്ക് ഭാഗ്യം ഉണ്ടാവില്ല. എന്തായാലും അടുത്ത പ്രാവശ്യം നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ തിരിച്ചെത്തി. ബന്ദിപ്പൂർ നാഷണൽ പാർക്കിൽ പോയി എന്ന് തെളിയിക്കാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അവിടുന്ന് പുറത്തേക്ക് പോയി. നല്ല ഹോട്ടൽ കണ്ടുപിടിക്കണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അതുകൊണ്ട് തന്നെ നല്ലൊരു ഹോട്ടലിന് വേണ്ടി അന്വേഷിച്ചപ്പോൾ തൊട്ടടുത്തായി വിനായക റെസ്റ്റോറൻറ്റ് എന്ന ഒരു ബോർഡ് കണ്ടു. അത്യാവശ്യം വൃത്തിയുണ്ടായിരിക്കാം, നമുക്ക് ടോയ്ലറ്റിലൊക്കെ പോകേണ്ടതാണ്. ലോഡ്ജും റെസ്റ്റോറൻറ്റും എല്ലാം ഉണ്ട്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ മുന്നിൽ എന്ത് മനോഹരമായൊരു സ്ഥലമാണെന്നോ.
ചെറിയൊരു കുളവും കാടും നീലാകാശവും പച്ചപ്പ് നിറഞ്ഞ കാടും ഒക്കെ രസമായിരുന്നു. അങ്ങനെ നമ്മുടെ ഫുഡെല്ലാം കഴിച്ച് എല്ലാവരും വീണ്ടും വണ്ടിയിൽ കയറി. ഇനി അടുത്ത പരിപാടി ഗോപാൽ സ്വാമി ഹിൽസിലേക്കാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ ഉടനെ